വൈഷു ബ്ലോഗ്സ്. ഇന്നിപ്പോൾ എൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു, ജിമ്മും കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കോച്ചുമായിട്ട് നമ്മുടെ ഷാർജയുടെ കോർണിഷ് ഏരിയയിലൊന്ന് പോകാം. ഞാനങ്ങനെ പോകാറുള്ള ആളൊന്നുമല്ല. ഇതിപ്പം കോച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് പോയിട്ട് വരാം. സോ അതുകൊണ്ട് ഞാൻ അവിടെ പോവാം. സോ അപ്പം അവിടുത്തെ നൈറ്റിലെ വ്യൂവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ കം ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മൾ ലിഫ്റ്റിൽ കയറി. ഇതാണ് എന്റെ കോച്ച്. ഒരു ഹായ് പറയൂ കോച്ച്. ഹായ്. കോച്ച് ഭയങ്കര നാണമാണ് ഗൈസ്. അപ്പൊ അടുത്തിട്ട് കാണാം ഗൈസ്. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ആ ദൂരെ കാണുന്നതാണ് കോർണിഷ്. ഭയങ്കര നിയറാണ്, ഭയങ്കര അടുത്തിട്ടാണ് ഈ കോർണിഷ് ഉള്ളത്. കോച്ച് എത്ര തവണ അവിടെ പോയിട്ടുണ്ട് കോർണിഷില്? എണ്ണിയിട്ടില്ല മോനെ. എന്നോട് ചോദിക്കുക എത്ര തവണ പോയിട്ടുണ്ട്? എത്ര പോയിട്ടുണ്ട്? ഇതുവരെ ഞാൻ പോയിട്ടില്ല. ആഹാ, എത്ര വർഷം ഇവിടെ? കുറച്ചായി. ഇവിടെ ഷാർജയുടെ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 9 months ആയി ആവുന്നുള്ളൂ. ഞാൻ വന്നിട്ട് 4 മാസമേ വന്നുള്ളൂ. എണ്ണാൻ പറ്റാത്ത തരത്തിൽ പോയിട്ടുണ്ടല്ലേ? എന്നോട് എല്ലാരും ചോദിക്കുന്നതാണ്, ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു വ്യൂ ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ അവിടെ വിസിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. സത്യം. കാരണം വേറൊന്നുമല്ല, ഡ്യൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 9 മണിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നേരെ നിങ്ങളുടെ അടുത്തോട്ട് വരുമോ? ഡെയിലി വരുന്നോണ്ട് പിന്നെ പറയണം. അപ്പൊ അവിടെ വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ ചെല്ലുന്നു, അത് ചെയ്ത് പിന്നെ മടി. പിന്നെ അങ്ങ് കിടക്കും. പിന്നെ ഇങ്ങോട്ടൊന്ന് വരാം. പിന്നെ നമുക്ക് പറ്റിയ വൈബൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങ് പോവില്ല. പിന്നെ അപ്പം ഇങ്ങനെ ചോദിക്കും. ചിലർ പറയും ഇവിടെ വന്ന് ചുമ്മാതെ ഇരിക്കാതെ റൂമിൽ ഇരിക്കാതെ ഓപ്പൻ്റെ അന്ന് വന്ന് ഇവിടെ വന്ന് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് വന്നിവിടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ വന്നിട്ടില്ല. അപ്പം എൻ്റെ ഈ വീഡിയോ കാണാൻ പോകുന്ന വ്യൂവേഴ്സിന്റെയും ആദ്യത്തെ കോർണിഷ് വിസിറ്റാണ്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എല്ലാ വ്യൂസും ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളിതാ കാത്തിരുന്ന ആ കോർണിഷ് ഏരിയ ഇതാണ് ഗൈസ്. ഞാൻ ഓർക്കാതെ ഇപ്പോഴൊന്ന് ക്രോസ് ചെയ്താണ്. ഇതൊക്കെ ക്രോസ് ചെയ്ത് നമുക്കിവിടെ ഫൈനാണ് ഗൈസ്. ശമ്പളത്തെ കാട്ടി കൂടുതൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇടിച്ചത് പല്ലു പോയത്. വണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുമോ? പോട്ടെ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കോർണിഷ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇന്നിപ്പം സാറ്റർഡേ അല്ലേ? സാറ്റർഡേ ആയതുകൊണ്ട് ഫുൾ ഫാമിലീസ്. അപ്പം ഇത് കൂടാതെ ഇവിടെ തന്നെ കുറെ ഡിവിഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് കോച്ച് പറയുന്നത്. ആ സൈഡിൽ അങ്ങനെ, ഈ സൈഡിൽ ഇങ്ങനെ, ഈ സൈഡിൽ അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് അകത്തോട്ട് ഈ പച്ചപ്പ് നിറഞ്ഞ പുല്ലിലേക്ക് പോകാം. എന്റെയും ആദ്യത്തെ വിസിറ്റ് ആണ്. സോ ഞാനും എക്സൈറ്റഡ് ആണ്. പക്ഷെ തണുപ്പ് വേണമായിരുന്നു കഴിച്ചു. ഇപ്പൊ ഇവിടെ ചൂടല്ലേ? തണുപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുക. ഞാനും കൂടെ ജോയിൻ ചെയ്യട്ടാന്ന് ചോദിച്ചാലേ ചോദിച്ചു നോക്കാൻ കഴിയും. വെറുതെ ആവശ്യമില്ലാത്ത You? Hello, hi. Can I? No? Ask him. Can I? Okay guys, അങ്ങനെ സമ്മതിച്ചിരിക്കുന്നത് ഇവരുമായിട്ട്. Say hi. Say hi, say hi. Say hi to my YouTube channel. Hi, thank you. Okay then, bye guys. Hello. കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ലെന്നായിരിക്കും നിങ്ങളുടെ ഒരു ഇത്. കുട്ടികളെ തള്ള പോകുന്നില്ലല്ലോ ഗൈസ്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാരും ഇവിടെ വന്ന് ഇരുന്നൂടെ, ഒരു ചായയൊക്കെ കുടിച്ചിരുന്നൂടെ. ചുമ്മാ അത് ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. ഫ്രീ കിട്ടുന്ന സമയം, ഡ്യൂട്ടി കഴിയുന്ന സമയത്തും റൂമിൽ ഇങ്ങനെ ഇരിക്കാതെ ഇവിടെ 5 മിനിറ്റ് വന്ന്, അല്ലെങ്കിൽ 10 മിനിറ്റ്, 20 മിനിറ്റ്സ്, 30 മിനിറ്റ്സ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറയുന്നതിന്റെ ഗുഡൻസ് ഇപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. ആ നിൽക്കുന്നത് കണ്ടോ? ഇതെല്ലാം ഈന്തപ്പഴങ്ങളാണ് ഗൈസ്. ചിലതുങ്ങളൊക്കെ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണല്ലോ. അപ്പൊ നമുക്കങ്ങനെ എടുക്കാനൊന്നും വിത്തൗട്ട് പെർമിഷനൊന്നും പറ്റില്ല. കണ്ടോ, ഈ കിടക്കുന്നതെല്ലാം ഈന്തപ്പഴങ്ങളാണ് ഗൈസ്. ഈന്തപ്പഴങ്ങൾ
കണ്ടോ, ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ. ഇതിനൊരിതുണ്ട്. എന്തായിരുന്നു കോച്ച്, മുൻപ് നമുക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ ഓരോ ഇതിലും ലൈറ്റ് കൊടുത്തിട്ടില്ലേ? പണ്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ആ സൈഡിലേക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. എന്റെ ക്ലയൻസ് പറഞ്ഞിട്ടുള്ള അറിവാണ്, എനിക്കത് അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമാണേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ മുമ്പ് ഇവിടെ രാത്രിയൊക്കെ വന്നിരിക്കുവായിരുന്നു, സമയം വരെയൊക്കെ ഇരിക്കുവായിരുന്നു. ക്ലയൻസ് പറഞ്ഞു സേഫ് അല്ല, ആ ഏരിയയിലോട്ട് ലൈറ്റ് ഒന്നും പണ്ടില്ലായിരുന്നു. കാരണം ഒബ്വിയസ്ലി ഇത് ദുബായ് ഷാർജയാണ്. ലൈറ്റ് കൊണ്ടുവന്നത് അല്ലേ? അപ്പം ഗൈസ്, ഇപ്പൊ നമ്മൾ വന്നതില് അത് റൈറ്റ് സൈഡ്, ഇത് സെന്റർ ഏരിയ, ദെൻ ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ്. അപ്പം ആ റൈറ്റ് സൈഡിലായിരുന്നു ലൈറ്റ് ഇല്ലാഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോ ഫുൾ ഫാമിലീസ് ആണ് ഗൈസ്. ഈ ഒരു ഏരിയ ഞാൻ ഇപ്പൊ കാണിച്ചത് എല്ലാം ഓക്കെയാണ്, പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കാരണം അവിടെ മുതൽ ഒരു ഇത്ര ഏരിയ വരെ ഒരു പാർക്ക് പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇരിക്കാം, ഫുഡ് കഴിക്കാം. ഫുഡൊക്കെ കൂടുതൽ ഈ ഇന്തോനേഷ്യ, നേപ്പാളികളെല്ലാം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ വന്നിരുന്ന് കഴിക്കും വീക്കെൻഡ്സിൽ. പക്ഷേ ഇത് കുറച്ച് തണുപ്പ് സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് വരും. ആ ടൈമിന് വേണം ഞാൻ പറഞ്ഞ. നമുക്ക് കേരളക്കാർക്ക് ഇത് ഭയങ്കര വ്യൂ അല്ലെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ദുബായിൽ വന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു രസമാണല്ലോ. കുറച്ച് വെള്ളം കാണാം. ഇതെന്താ, ഇത് കടലാണോ? നമ്മുടെ നാട്ടില് പുഴാന്നൊക്കെ വേണമെങ്കിൽ ഇവിടുത്തെ കായലും കടലും എല്ലാം ഒരേപോലെ തന്നെ. ഇവിടുത്തെ കടലില് തിരകളില്ലല്ലോ. നമ്മുടെ നാട്ടില് നല്ല നല്ല വീശിയല്ലേ തിര അടിക്കുന്നത്, അതെനിക്കറിയോ? അപ്പൊ ഇവിടെ തിരകളില്ലല്ലോ. തിരകൾ ഭയങ്കര വേഗം ഇങ്ങനെ കായൽ വന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ കഥ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പീസായിട്ടുള്ള കഥ എഴുതാം. കവിത എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതും. എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വായിക്കുന്നത്. പേടിയാവുന്നുണ്ട് കുറച്ച്. കൊള്ളാം. സൈക്കിളൊക്കെ ചവിട്ടാൻ, ഈ ജിമ്മിനൊക്കെ വരാൻ മടിയുള്ളവർക്കും പോകാൻ മടിയുള്ള നിന്നെ പോലെ നീ ഇതിനും വരില്ല, ഇതിനും മടിയായിരിക്കും. സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കാം. ടൈം കളയാം, പിന്നെ എനർജി ലാഭിക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. ഓക്കെ. പക്ഷെ തണുപ്പ് ഇപ്പൊ തന്നെ നമ്മളിപ്പോ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വന്നതിനെക്കാട്ടി ചൂട് കുറവുണ്ടല്ലേ? നല്ല ചൂട് കുറവുണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇപ്പൊ ഞാൻ നടക്കുന്നുണ്ട്, ഞാനിപ്പോ കണ്ടിന്യൂസ് സംസാരിക്കുന്നതിന്റെയും ആ ഒരു ഇതല്ലാതെ ചെറിയൊരു കാറ്റ് അത് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഇപ്പൊ നമ്മുടെ കാൽക്കുലേറ്റ് എണ്ണി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 പേരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അല്ല, ഐ മീൻ ഇല്ലേ, എല്ലാം ഫുള്ള് തുടങ്ങി അങ്ങ് പോയില്ലേ? അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയണല്ലോ, 500. പക്ഷെ നമുക്ക് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? കൊള്ളാം. അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഷാർജ ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിലും അബുദാബിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും വൺസ് നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് നോക്കണം. നല്ല ഇതാണ്. അതും ഇപ്പം ഞാൻ ഒത്തിരി അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. തണുപ്പ് ടൈം ആകുമ്പോഴത്തേക്ക് വന്നോളൂ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു ഫീൽ കിട്ടുക. കാരണം നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ. പ്രത്യേകിച്ച് അബുദാബിയിലൊക്കെ ഉള്ളവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പ് ടൈമിൽ വരുന്നതായിരിക്കും. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. പിന്നെ വെയിറ്റ് ചെയ്യണം കഴിഞ്ഞിട്ട് പാതി വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാനൊന്നും അങ്ങനെ ചെയ്യില്ലത്. എനിക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് ചെയ്യാൻ. നിങ്ങളെങ്കിലും അത് ചെയ്യാനാണ്. നിങ്ങളിപ്പോ ഈ ബാക്കിൽ കാണുന്നത് പോലെ കണ്ട നമ്മുടെ കുമ്പളങ്ങ നൈറ്റ്സിലെ മറ്റേ തുരുത്ത് എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെയും ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ കോച്ച് പറഞ്ഞെന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. ദുബായ് അഫ്കോഴ്സ് പൈസ കൊടുത്താൽ ഒന്നും കിട്ടില്ല. അപ്പോൾ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് തോന്നുക ആ കാണുന്ന ഒരു പാക്കേജ് വഴി സ്വിം ചെയ്ത് കോച്ച്
ആ പാസേജ് വഴി ആ വൈറ്റ് കളർ പോലത്തെ ഒരു ഇതുണ്ടല്ലേ, അപ്പം ആ പാസേജ് വഴി ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർഫ്ലൈ ഹൗസ്, അത് അത്രേ നമുക്ക് അറിയുള്ളൂ, അത് കൂടുതൽ നമുക്കറിയില്ല, ഇതുവരെ പോയിട്ടുമില്ല. ഇൻഷാല്ല ഒരു തവണ അതിനകത്ത് കയറിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ വിഷ്വൽസ് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് എന്താണ് സംഭവം, എത്ര രൂപയാകും, എത്ര കയറാൻ പറ്റും, എല്ലാ ദിവസവും കയറാൻ പറ്റുമായിരിക്കും, നോക്കാം പോയി. ഇല്ല വീക്കെൻഡ്സിൽ മാത്രമായിരിക്കും ചിലപ്പോൾ. എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പം രണ്ടുപേർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞ അറിവ് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിച്ച് ഇങ്ങനെയാണെന്നുള്ള അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. പ്ലീസ് കം വിത്ത് മീ. യെസ്. ഗൈസ്, ഇതൊരു ഐലൻഡാണ്, അൽനൂർ ഐലൻഡ് എന്നാണ് കേട്ടോ പേര്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് അവേഴ്സ് സൺഡേ ടു തേഴ്സ്ഡേ 9 AM to 11 PM, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 9 AM to 12 midnight വരെ ഇതാണ് ടൈമിംഗ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ബസ് 50 to 30, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ലൈവ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നുള്ളത്, അപ്പം അതാണിത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ വ്യൂ. ഐലൻഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിത്ത് ആ വിഷ്വൽ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനതിന് ശേഷിച്ചു, അപ്പം എൻ്റെ കപ്പൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഈ കപ്പലിൽ നമുക്ക് പോകാം. ഫ്രീ, എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഐശ്വര്യ. ഐശ്വര്യ വ്ളോഗ്സ് പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഐശ്വര്യ പറയണമെന്നുണ്ടെങ്കിൽ 50%. ഓക്കെ, ഒരു എസ്തെറ്റിക് വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് കാണിച്ചു തരൂ. ആരോ കയാക്കിങ്ങിന് പോകുന്നു, ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നത്. ഇത് കയാക്കിംഗ് അല്ല, ബോട്ട്. ഗ്രൂപ്പ് ബോട്ടിങ്. അവിടെ ഫൗണ്ടൻ. വാട്ടർ ഫൗണ്ടൈൻ കണ്ടോ, അതായത് വാട്ടർഫോൾ. അയ്യോ, ഗൈസ്, നമ്മളിപ്പോൾ എസ്തെറ്റിക് വ്യൂ കഴിഞ്ഞതിന് ശേഷം അത് നോക്കും. അടിപൊളി മൗണ്ടൻ അല്ലല്ലോ, വാട്ടർ ഫൗണ്ടൈൻ. നല്ല തുള്ളിക്കളിക്കുന്ന വാട്ടർ ഫൗണ്ടൈൻ. അതാണ് നല്ല ഭംഗിയുണ്ടല്ലേ. അതിന്റെ വ്യൂ കിട്ടണമെന്ന് ഞാൻ അപ്പുറത്തെ സൈഡ് പോകണമായിരിക്കും അല്ലേ? യെസ്. ഓക്കെ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമുക്കിപ്പോൾ അടുത്ത് കാണുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളൂ, പക്ഷെ ഒത്തിരി നടക്കാനുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എൻ്റെ പേര് പറയുകയാണെങ്കിൽ 50%. അടിക്കണോ? എൻ്റെ യൂട്യൂബ് അടിക്കണോ? ചാനലിൻ്റെ പേര് പറഞ്ഞാൽ അടി ഫ്രീ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ അത് ഫോളോ ചെയ്യും, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഞാൻ ചുമ്മാ കേട്ടോ, ആരും എൻ്റെ പേര് പറഞ്ഞേ, പൈസ എടുത്താലേ നോക്കുള്ളൂ. ചുവന്ന് തുള്ളുന്ന വാട്ടർ ഫൗണ്ടനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓക്കെ ഗൈസ്, ഞാനിവിടെ വെച്ച് വൈകുന്നേരത്തിലാണ്. ഇപ്പം ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അപ്പോൾ വളരെ നല്ല തീരുമാനം. വളരെ നല്ല തീരുമാനമല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമെല്ലാം ഇങ്ങോട്ട് വരിക, ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. ഞാനിപ്പോൾ അത് മനസ്സിലാക്കി, ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒരാളോട് നമ്മളോട് ഒന്ന് പറയുകയാണ് അത് നല്ലതാണ്, ചെന്ന് നോക്കൂ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ നമ്മുടെ മൈൻഡിൽ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കളയുള്ളൂ. നമ്മളത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ വന്ന് എടുക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് അവരെ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസമാണ്. ഓക്കെ, അപ്പം ഇനി എൻ്റെ അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. സോ മറക്കരുത്, ഇഫ് യു ആർ വാച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ് ഗൈസ്.
ബൈ.